കുട്ടികളെ നമസ്കാരം. പണിയെടുപ്പിച്ച് കഴിഞ്ഞ ശേഷം അതിന് ന്യായമായ കൂലി കൊടുക്കാതിരുന്നാലത്തെ പാപം എന്താണെന്നുള്ളത് നേരത്തെ വിവരിച്ചു കഴിഞ്ഞു. ഇനി പ്രകരണം ഒന്ന് മാറി. കലികാലത്ത് മനുഷ്യർ ചെയ്യുന്ന അതിഘോര കർമ്മങ്ങൾ, അതിനെപ്പറ്റിയാണ്, പ്രവൃത്തി ദോഷങ്ങൾ, അതിനെപ്പറ്റിയാണ് കവി ഈ 31-ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അത് കഴിഞ്ഞാൽ 32-ാമത്തെ ശ്ലോകം, അത് കലി വന്നാലത്തെ അബദ്ധങ്ങൾ എന്താണെന്ന് വിവരിക്കുകയാണ്. ഈ രണ്ട് ശ്ലോകങ്ങളും ഇന്ന് നോക്കാം. ആദ്യം 31 ചൊല്ലാം. കാട്ടിൽ തിമർത്തു ബിഹരിപ്പൊരുതന്തിരാജൻ നാട്ടിൽ പെരുന്തടി വലിച്ചു വലഞ്ഞിടുന്നു. പൂട്ടിത്തെളിപ്പതിനു കാളയിൽ മർത്യർ കാട്ടും ഗോഷ്ഠിത്തമെന്തു പറയാം കടുകർമ്മ പാപം. കാട്ടില് തിമർത്ത വിഹരിപ്പ് ഒരു ദന്തിരാജൻ നാട്ടിൽ പെരുന്തടി വലിച്ച് വലഞ്ഞിടുന്നു. പൂട്ടിത്തെളിപ്പതിനു വേണ്ടി മർത്യർ കാളയിൽ കാട്ടും ഗോഷ്ഠിത്തം എന്തു പറയേണ്ടു കടുകർമ്മ പാപം എന്നാണ് ഏകദേശം ഇതിൻ്റെ ഒരു അന്വയം വരാം. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വലിയ വിഷമമൊന്നുമില്ല. കാട്ടിൽ, അതായത് ഘോര വനങ്ങളിൽ തിമർത്ത എന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി ചാടിക്കളിച്ച് വിഹരിപ്പുരു കളിയാടുന്ന ഒരു ആനയെ മനുഷ്യർ പിടിച്ച് അതിനെ നാട്ടിൽ കൊണ്ടുവന്ന് ഇണക്കിയതിന് ശേഷം വലിയ മരങ്ങൾ വലിക്കാനും മറ്റുമായി ഉപയോഗപ്പെടുത്തുന്നു. പണ്ടത് കൂടുതലുണ്ടായിരുന്നു. കാരണം അന്ന് ഈ മരം വലിക്കാനൊക്കെയുള്ള യന്ത്രങ്ങൾ കാട്ടിലെത്തിക്കാൻ അത്ര എളുപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും പല ദിക്കിലും ഉണ്ട് താനും. ഇതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആനയെ ഇപ്പോൾ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കാനും ഒക്കെ ആയിട്ട് നിർത്തും, തുടർച്ചയായിട്ട് നിർത്തും. അത് കഴിഞ്ഞാൽ ഒരു അമ്പലത്തിൽ നിന്ന് മറ്റേ അമ്പലത്തിലേക്ക് ലോറിയിൽ കൊണ്ടുപോവുക. പിന്നെ രാത്രി പൂരം, പകൽപ്പൂരം. രാത്രി പൂരം പ്രത്യേകിച്ച് അതിൻ്റെ മുമ്പിൽ പന്തം കൊളുത്തി അതിൻ്റെ ചൂട് സഹിച്ചുകൊണ്ട് അതിനെ കഷ്ടപ്പെടുത്തും. ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളെ പറ്റിയാണ് ആദ്യത്തിൽ പെരുന്തടി വലിച്ചു വലഞ്ഞിടുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പൂട്ടിത്തെളിപ്പതിന്, കന്നുകൂട്ടി തെളിക്കുക, അതിനെ കൊണ്ടു നടക്കുക. അതിനുവേണ്ടി കാളയിൽ മർത്യർ കാട്ടും ഗോഷ്ഠിത്തം, മനുഷ്യന്മാർ ചെയ്യുന്ന ഗോഷ്ഠികൾ, കഥ, പ്രവൃത്തി, അത് കുസൃതിത്തരം ആണ് ഗോഷ്ഠി. അതിപ്പോൾ അതിനെപ്പറ്റി എന്തു പറയുണ്ടോ? ഒന്നും പറയാനില്ല. അത്രയും വിഷമകരമായുള്ള സംഗതിയാണ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ അത് കടുകർമ്മപാപം ആണ്. കഠിനമായ ദുഷ്ടതയാർന്ന പ്രവൃത്തി ദോഷമാണ് അത് ചെയ്യുന്നത്. ഈ കാളയിൽ കാട്ടുന്നത് നിങ്ങൾക്കറിയുന്നതായിരിക്കും. വൃഷണം ഇല്ലാതാക്കുക, അതായത് അതിൻ്റെ ബീജശക്തി നശിപ്പിച്ച് കളയുക. അപ്പോൾ അത് വിരളി പിടിച്ചോടാതെ പണി ചെയ്തോളും എന്ന് അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ക്രൂരതകൾ അതിൻ്റെ മേൽ കാണിക്കുന്നത്. ഇവിടെയും കാള എന്നൊരു ഉദാഹരണം പറഞ്ഞുള്ളൂ. പോത്തുണ്ട്, അതുപോലെ ഒട്ടകം. ഇത് കന്നുകൂട്ടം മാത്രമല്ല, വണ്ടി ഓടിക്കാനും വണ്ടി വലിക്കാനും ഒക്കെ ആയിട്ട് ഇവരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതൊക്കെ പ്രവൃത്തി ദോഷത്തിൽപ്പെടും. കടുകർമ്മ പാപം ആണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 32-ാമത്തെ ശ്ലോകം നോക്കാം. അല്ലെന്ന പോലെ കലിബന്നു പരക്ക
പരക്കയാൽ താനല്ലെന്നു തന്നെ മഹനീയൊരു മൂർത്തിടുന്നു. പുല്ലെന്നു ദേവതരുവെക്കരുതുന്നു വേശ്യാ ചൊല്ലെന്ന ഭേദമൊഴിയേയുമറിഞ്ഞിടുന്നു. കലി വന്ന് നിറഞ്ഞാൽ, അതായത് അഹങ്കാരം കൊണ്ടോ കോപം കൊണ്ടോ ഒക്കെ താൻ ആരാണെന്ന് അറിയാത്ത ഇരുട്ടിൽ നിൽക്കുന്നവർ, താനല്ല ഇതെന്ന് മഹനീയർ, അതായത് ഏറ്റവും ശ്രേഷ്ഠരായ പൂജനീയരായിട്ടുള്ള അവരും അങ്ങനെയാണ് ഓർക്കുക, അങ്ങനെ വിചാരിക്കുന്നു എന്നർത്ഥം. നമ്മൾ നേരത്തെ കണ്ട കലി ഉണ്ടെങ്കിൽ ഈ മതം, മാത്സര്യം ആദ്യാദിയുള്ള വികാരങ്ങളൊക്കെ അങ്ങനെയാണ്. അവസാനം താൻ ആരാണ് എന്നറിയാത്തൊരു ഘട്ടത്തിലെത്തുന്നർത്ഥം. അതായത് തൻ്റെ ഇടം ഇല്ലാതെ അവനവൻ ആരാണെന്ന് നിശ്ചയില്ലാത്ത ഒരു ഘട്ടം വരും. അപ്പോൾ എല്ലാം വിപരീതമായി തോന്നും. അതാണ് ഉത്തരാർത്ഥത്തിൽ പറയുന്നത്. വേദം അത് അറിവിൻ്റെ ഭണ്ഡാരമാണല്ലോ, ഉത്തമമായ വാക്കുകളാണ് അതിലുള്ളത് മുഴുവൻ. അത് വേശ്യാച്ചൊല്ലെന്ന് തോന്നും, വ്യഭിചാരികളുടെ വാക്കായി കണക്കാക്കും. യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ തോന്നിയ പോലെ അഥവാ വിപരീതമായ ബുദ്ധിയോടുകൂടി ഉള്ള ആളായിരിക്കുന്നർത്ഥം. കലി വന്നാൽ അവരുടെ വാക്കും പ്രവൃത്തിയും വളരെ മോശമായിരിക്കും. അത്തരം അവസ്ഥയിൽ ചെന്നുപെടാതെ കഴിക്കണം കുട്ടികളെ എന്നാണ് കവി പറയുന്നത്. അതുപോലെ പുല്ലെന്ന ദേവതരുവെ കരുതുന്നു. ദേവതരു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള കൽപ്പവൃക്ഷം. അത് എന്തോ വിചാരിച്ചത് തരണ ഒരു വൃക്ഷമാണ്. നമ്മുടെ കാമനകൾ മുഴുവൻ പൂർത്തീകരിക്കുന്നതാണ്. അതിനെ പുല്ലായിട്ട് കണക്കാക്കുക. പുല്ല് എന്ന് പറഞ്ഞാൽ എവിടെയും കാണുന്ന, തനിയെ പൊട്ടിമുളച്ചുണ്ടാവുന്ന ഈ പുല്ല് ലോകത്തിൽ എവിടെയും കിട്ടുന്നതാണ്. അതുപോലെ കണക്കാക്കുക. അതായത് നിസ്സാരവൽക്കരിക്കുക അതിനർത്ഥം. കൽപ്പവൃക്ഷമായാലും ശരി, അതിനെ പുല്ലായിട്ട് കണക്കാക്കുക. അങ്ങനെ എല്ലാവരും വിപരീത അർത്ഥം കണ്ടുപിടിച്ച് അങ്ങനെ ഒരു മട്ടായിത്തീരും ഈ കലി വന്നു കഴിഞ്ഞാൽ. അതായത് തൻ്റെ ഇടം നശിച്ച് തോന്നിയ പോലെ പറയുക, തോന്നിയ പോലെ ചെയ്യുക എന്നുള്ള ഇതും പ്രവൃത്തി ദോഷത്തിലേക്ക് വഴിവെക്കണതാണ് ഇത്. ഈ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചെന്ന് വിടാതെ കഴിക്കണം എന്നാണ് കുട്ടികളെ കവി നമ്മളോട് പറയുന്നതുകൊണ്ട്. ഈ 2 ശ്ലോകങ്ങളും നമുക്ക് ഒന്നുകൂടി ചൊല്ലാം. കാട്ടിൽ തിമർത്തു വിഹരിപ്പൊരുതന്തിരാജൻ നാട്ടിൽ പെരുന്തടി വലിച്ചു വലഞ്ഞിടുന്നു. പൂട്ടിത്തെളിപ്പതിനു കാളയിൽ മർത്യർ കാട്ടും ഗോഷ്ഠിത്തമെന്തു പറയാം കടുകർമ്മ പാപം. അല്ലെന്ന പോലെ കലിവന്ന പരക്കയാൽ താനല്ലെന്നു തന്നെ മഹനീയരു മൂർത്തിടുന്നു. പുല്ലെന്നു ദേവതരുവെക്കരുതുന്നു വേശ്യാച്ചൊല്ലെന്നു വേദമൊഴിയേയുമറിഞ്ഞിടുന്നു. കഠിനമായ കർമ്മപാപത്തെയും കലിവന്നാലത്തെ അവസ്ഥയെയും കവി വിവരിച്ചു തന്നു ഈ 2 ശ്ലോകങ്ങൾ വഴി. ഇത് നമുക്ക് പഠിച്ചു വയ്ക്കാം. ഇനി നല്ല മാർഗം, ഏത് മാർഗത്തിൽ കൂടെയാണ് പോകേണ്ടത് എന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അത് നമുക്ക് നാളെ നോക്കാം. എല്ലാവർക്കും നമസ്കാരം.